കംപ്ലീറ്റ് ഇത് വേസ്റ്റുകളാണ്. എല്ലാവരും വേസ്റ്റുകളാണ്. ഇതൊക്കെ എവിടെ കൊണ്ട് അത് മനസ്സിലാകുന്നത് എവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കും? ഇത് സർക്കാർ ഇതിന് സംവിധാനം കാണണ്ട. അല്ല എവിടെയും വീട്ടിൽ നിക്ഷേപിക്കാൻ പറ്റില്ല. അത് അല്ലെങ്കിൽ അത് ഇതേപോലെ വേസ്റ്റുകൾ സംസ്കരിക്കാൻ ഒരു സംസ്കാര സർക്കാർ ഉണ്ടാക്കി കൊടുക്കണം ഓരോ വീടുകളിലും. അല്ലെങ്കിൽ ഈ MCF പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുക, അവിടെ നിക്ഷേപിക്കട്ടെ. അവിടെ നിക്ഷേപിച്ചാൽ മാത്രം നടപടിയെടുക്കാം. ഇവർ ചെയ്യുന്ന സേവനം എന്ന് പറയും. ഇവരെന്താ സേവനം ചെയ്യുന്നവർ? നമ്മൾ 50 രൂപ കൊടുത്തിട്ടല്ലേ ഇവിടെ വരുന്നത്? അത് സേവനമാണോ? പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലെങ്കിലും ഇത് സേവനമാണോ? അത് എന്ത് ഇതൊക്കെ കൊടുത്തില്ലെങ്കിലും പ്ലാസ്റ്റിക് നമ്മൾ കൊടുത്തില്ലെങ്കിലും 50 രൂപ കൊടുക്കണം. ഇതൊക്കെ സേവനമാണോ? വല്ലാത്ത കഷ്ടമാണ്. എന്ത് ചേച്ചി നിങ്ങളൊക്കെ എന്ത് തമാശ നിങ്ങൾ പറയുന്നത്? ഇതൊക്കെ നിങ്ങൾ സേവനം, ഇതൊക്കെ ഒരു തമാശ പറയല്ലേ? ഇതല്ല വളരെ കഷ്ടമല്ലേ ഇതെല്ലാം? നമസ്കാരം. ഞാനിപ്പോൾ മുണ്ടൂരുള്ളത്. ഇവിടെ വരാനുള്ള കാരണം, ഇവിടെ കംപ്ലീറ്റ് മുണ്ടൂർ പഞ്ചായത്തിൽ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും ഈ റോഡ് സൈഡ് എല്ലാ മാലിന്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എന്നിട്ട് ബോർഡ് വയ്ക്കാം, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, നിക്ഷേപിച്ചാൽ ശിക്ഷാ നടപടി പേ ചെയ്യും, അതുപോലെ ശിക്ഷാ നടപടി നേരിടേണ്ടി വരും എന്നാണ് ബോർഡ് നമുക്ക് പലവിടെയും കാണാം. അപ്പോൾ ഇതുവരെ ഈ റോഡ് സൈഡുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സർക്കാർ തലത്തിൽ ഒരു സംവിധാനം ഏർപ്പാട് ചെയ്തുകൂടെ? എന്തുകൂടെ ചെയ്യുന്നില്ല? ഇപ്പോൾ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ 50 രൂപ കൊടുത്തിട്ടാണ് അവരെടുക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും. അപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ 50 രൂപ കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഹരിതകർമ്മസേന കൊണ്ട് ഇതേപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യിക്കാത്തത്? ചെയ്തുകൂടെ? അതുപോലെ ചെയ്തുകൂടെ? അല്ലെങ്കിൽ അത് ഹരിതകർമ്മസേന പോലുള്ളൊരു സംവിധാനം ഏർപ്പാട് ചെയ്തുകൂടെ? കംപ്ലീറ്റ് കണ്ടില്ല, എല്ലാവരും മാലിന്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീടുകളിൽ ഈ ഭക്ഷണ വേസ്റ്റുകളൊക്കെ അതൊക്കെയുള്ളത് അത് എവിടെ കൊണ്ട് നിക്ഷേപിക്കും? അല്ലെങ്കിൽ അതിന് ഓരോ വീടുകളിലും അത് നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്തു കൊടുക്കണം, അത് സംസ്കരിക്കാനുള്ളത്. അല്ലെങ്കിൽ MCF പോലുള്ള ഈ ഹരിതകർമ്മസേന ഉണ്ടല്ലോ, അവർ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ഇടം വെച്ചിട്ടുണ്ടോ, അതുപോലുള്ളൊരു ഏർപ്പാട് എല്ലാ സ്ഥലങ്ങളിലും ചെയ്തു വെക്കണം. എന്നിട്ട് അവിടെ നിക്ഷേപിക്കട്ടെ. അവിടെ നിക്ഷേപിച്ചില്ലെങ്കിൽ ഇതേപോലെ ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ പിഴ ഈടാക്കാം. ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? അതിൽ വേറെ രസം എന്താ അറിയോ? ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്ലാസ്റ്റിക് എടുക്കാൻ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ 50 രൂപ കൊടുക്കണമെന്നല്ലോ തരണമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സേവനമാണ് ചെയ്യുന്നത് പറഞ്ഞത്. എന്ത് സേവനം ഇവർ ചെയ്യുന്നത്? അപ്പോൾ പ്ലാസ്റ്റിക് എടുത്തില്ലെങ്കിലും 50 രൂപ കൊടുക്കണം. സാധനം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളും ഇല്ലെങ്കിലും നമ്മൾ 50 രൂപ കൊടുക്കണം. അത് സേവനമാണോ? ഇത് വളരെ വളരെ തമാശയാണ്. അത് എന്ത് സേവനം ചെയ്യുന്നത്? നമ്മൾ 50 രൂപ കൊടുത്തിട്ടാണ് അവർ മാലിന്യങ്ങൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അവർ സേവനം എന്നല്ല, അത് അവരുടെ ജോലിയാണ്. അത് ഹരിതകർമ്മസേന കൊണ്ട് ഇതേപോലെ മാലിന്യം എടുപ്പിക്കട്ടെ. എന്തായാലും അവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അതുപോലെ സംവിധാനം കൊണ്ടുവരട്ടെ. ഈ മാലിന്യങ്ങൾ മാത്രം വേസ്റ്റ്, ഇപ്പോൾ നമ്മുടെ വീടുകളിലെ ഭക്ഷണ വേസ്റ്റുകൾ മാത്രം എടുക്കാനുള്ള സംവിധാനം ഹരിതകർമ്മ സേനയെ പോലുള്ള ഒരു സംവിധാനം കൊണ്ടുവരട്ടെ. നമ്മൾ പൈസ കൊടുക്കാമല്ലോ. പൈസ കൊടുത്തിട്ട് അവർ കൊണ്ടുപോയിക്കോട്ടെ. അതുപോലെ നമ്മൾ ഈ കുട്ടികളുടെ പാമ്പേഴ്സ്, സ്ത്രീകളുടെ എന്താ പറയുക വിസ്പർ പോലുള്ള സംവിധാനങ്ങളൊക്കെ കത്തിക്കാൻ പറ്റില്ല. അതുപോലെ സംവിധാനം എടുക്കാനുള്ളൊരു സർക്കാർ തലത്തിൽ കൊണ്ടുവരട്ടെ. മനസ്സിലായില്ലേ? ഇതെൻ്റെ ഒരു വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. ചിലവർ ചോദിക്കും ഇവനെന്താ വേറെ ജോലിയൊന്നുമില്ല എന്നുള്ളത്. ഞാനൊരു മാധ്യമപ്രവർത്തക എന്ന നിലയും ഒരു വ്യക്തി എന്ന നിലയും പൗരൻ എന്ന നിലയും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നു എന്ന് മാത്രമാണ്. ഇത് താങ്കൾക്ക് കാണുന്നവർക്ക് പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം, കമൻറ്റ് രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.